നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. NH-66 നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാതയിൽ തകർന്ന സ്ഥലങ്ങളിലെല്ലാം പോയി റീൽസ് ഇടാൻ മന്ത്രി റിയാസിനെ വെല്ലുവിളിച്ച VD സതീശൻ. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞ മുഴിക്കുളം പാലത്തിനെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. യാത്രക്കാർക്ക് ആശ്വാസമായി വന്ദേ ഭാരതിന്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടി. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിന്റെ 8 കോച്ചുകളാണ് 16 ഉയർത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യം തിന്ന മൃഗങ്ങൾ ചത്തതിനെ തുടർന്ന് ശബരിമലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന നിർദ്ദേശം. വാർത്തകൾ വിശദമായി. NH-66 നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പറഞ്ഞേ പറ്റുവെന്ന ഹാഷ്ടാഗിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് മന്ത്രിയുടെ പ്രതികരണം. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ പുതിയ വീഡിയോ. ഇത്തരം വിഷയം വന്ന ഘട്ടത്തിലും രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് കേരളത്തിൽ UDF നടത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിലെ തകർച്ചയിൽ പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ച മന്ത്രി മുഹമ്മദ് റിയാസിനും VD സതീശൻ മറുപടി നൽകി. ദേശീയപാതയിൽ തകർന്ന സ്ഥലങ്ങളിലെല്ലാം പോയി റീൽസ് ഇടാൻ മന്ത്രി റിയാസിനെ VD സതീശൻ വെല്ലുവിളിച്ചു. റീൽസ് ഇനി തുടരുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ മുതൽ ക്ഷ വരെ കേരളത്തിന് ബന്ധമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ദേശീയപാതയിൽ 50-ലധികം സ്ഥലങ്ങളിൽ വിള്ളലുണ്ട്. അവിടെയൊക്കെ പോയി പൊതുമരാമത്ത് മന്ത്രി റീൽസ് ഇടട്ടെയെന്നും VD സതീശൻ പറഞ്ഞു. പാലാരിവട്ടം പാലത്തിലടക്കം പ്രശ്നമുണ്ട്. വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നോക്കി. കേന്ദ്ര പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നോക്കി. ദേശീയപാതയിലെ തകർച്ചയിൽ ഞങ്ങൾക്ക് സന്തോഷമെന്നാണ് മന്ത്രി പറയുന്നത്. നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എട്ടുകാലിമം മുൻചമഞ്ഞ് നടക്കുകയാണ് റിയാസെന്നും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയെന്നും ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച പദ്ധതിയാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധമില്ല. അപ്പൊ സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറഞ്ഞു. റീലിടുന്നത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. ഇതെന്താണെന്നറിയാമോ? നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയാണ്. യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത്. ഒരു അപാകതയുണ്ട് അല്ലേ? പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിംഗ് വരെ നടത്തിയത്. എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാലം ഇടിക്കുന്നു വീട്ടില്ല. അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ്. മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ്. ഇതിപ്പോ കേന്ദ്രത്തിൽ ആരെ പറ്റി അന്വേഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട. വിള്ളൽ അടച്ചാൽ മതി, വിള്ളൽ ടാർ ചെയ്താൽ മതി. ഉദ്ഘാടനത്തിനൊരുങ്ങിയ പുതിയ 6 പാതയിൽ വിള്ളലോട് വിള്ളൽ. KNRC കമ്പനി തൊഴിലാളികളെ വിട്ട് ഓട്ടയടപ്പിച്ച സർക്കാരുകളെ ട്രോളി. യൂത്ത് ലീഗിന്റെ ഓട്ടയടക്കൽ സമരം. മലപ്പുറം കൂരിയാടാണ് യൂത്ത് ലീഗ് വ്യത്യസ്തമായ സമരം സംഘടിപ്പിച്ചത്. കേന്ദ്രത്തിന്റെ പ്രത്യേകതരം പശക്കുപ്പിയുമായി നിതിൻ ഗഡ്കരിയും കേരളത്തിന്റെ പശക്കുപ്പിയുമായി ഗതാഗത മന്ത്രി മുഹമ്മദ് റിയാസും അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച നിർമ്മാണ കമ്പനിയായ KNRCയുടെ തൊഴിലാളികളും കുപ്പിയിൽ നിറഞ്ഞ കഞ്ഞിപ്പശയും ഇൻസുലേഷൻ ടാപ്പുമായി ഓട്ടയടക്കുന്നത് വീക്ഷിക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും. മലപ്പുറം കൂരിയാട് വ്യാഴാഴ്ച 12 മണിയോടെ യൂത്ത് ലീഗ് നടത്തിയ സമരമാണ് വ്യത്യസ്തമായത്. കൂരിയാടും തലപ്പാറയിലും മമ്മാലിപ്പടിയിലും ദേശീയപാതയിൽ കണ്ടെത്തിയ വിള്ളൽ തൊഴിലാളികളെത്തി പ്രത്യേകതരം പശ ഉപയോഗിച്ച് ഓട്ടയടച്ചതിനെ ട്രോളിയാണ് യൂത്ത് ലീഗ് വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. ഈ റോഡിന് 60,000 കോടി രൂപ മുടക്കിയിട്ടുണ്ടെന്ന്, ഇത് ഞങ്ങളുടേതാണെന്നും മന്ത്രി റിയാസ് വാദിച്ചപ്പോൾ പദ്ധതി തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് ഗഡ്കരി തിരിച്ചടിച്ചു. അവസാനം മുഖ്യമന്ത്രി ജൂൺ 1 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചാണ് ഓട്ടയടക്കൽ സമരം അവസാനിപ്പിച്ചത്. ഓട്ടയടക്കൽ നാടകം പോലുള്ള തരികിടകളുമായി ഇനിയും KNRC കമ്പനിയും സർക്കാരുകളും രംഗത്തെത്തിയാൽ അതിനെ ശക്തമായി തന്നെ നേരിടുമെന്നും കൂരിയാട് പാടത്ത് ഓവർബ്രിഡ്ജ് അല്ലാത്ത മറ്റൊരു നിർമ്മാണവും അനുവദിക്കില്ലെന്നും സമരത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ UA റസാഖും ഷംസുദ്ദീൻ പുള്ളാട്ടും പറഞ്ഞു. M5 ന്യൂസ്
മലപ്പുറം. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന റോഡുകൾ വിണ്ടുകീറിയാൽ അത് പശ ഒട്ടിച്ച് ഓട്ടയടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അതായത് തലന്റെ അകത്ത് എന്തെങ്കിലുമുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള പണികൾ നടക്കാതിരിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇത് വലിയ പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ പ്രതീകാത്മകമായി ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിന്റെ ഭാഗമാണ്. കഞ്ഞിന്റെ വെള്ളം മുമ്പ് ചോറൊക്കെ നല്ല പശയായിരുന്നല്ലോ, ആ പശ വെച്ചിട്ടാണ് ഞങ്ങൾ നല്ല വെന്ത ചോറിന്റെ പശ വെച്ചിട്ടാണ് ഇപ്പോൾ റോഡ് ഒട്ടിക്കാൻ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അവർ ടാറിങ് കലക്കിയിട്ട് ഒഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ നിന്നും അത് ഞങ്ങൾ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞ മുഴിക്കുളം പാലത്തിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. യാത്രക്കാർക്ക് ആശ്വാസമായി വന്ദേ ഭാരതിന്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടി. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിന്റെ 8 കോച്ചുകളാണ് 16 ആയി ഉയർത്തിയത്. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിൽ 8 കോച്ചുകളാണ് 16 ആയി ഉയർത്തിയത്. ഇതോടെ ടിക്കറ്റ് ക്ഷാമത്തിനടക്കം പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ആലപ്പുഴ റൂട്ടിലെ വന്ദേ ഭാരത് യാത്രക്കാരുടെ സ്ഥിരം പരാതിയായിരുന്നു ട്രെയിനിൽ സീറ്റില്ല എന്നത്. സീറ്റിനായി നോക്കുമ്പോഴെല്ലാം കാണുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. ആ പരാതിക്ക് പരിഹാരമെന്ന നിലയിലാണ് 16 കോച്ചുമായി തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത്. നേരത്തെയുള്ള 8 കോച്ചുകളാണ് ഇരട്ടിയായത്. 530 അധിക സീറ്റുകൾ. ഇതോടെ ആകെ സീറ്റുകളുടെ എണ്ണം 1128 ആയി. എക്സിക്യൂട്ടീവ് ചെയർ കാറുകളുടെ എണ്ണം 2 ആയി. നാഗർകോവിൽ ചെന്നൈ വന്ദേ ഭാരതിന് 20 കോച്ചുകളുള്ള ട്രെയിൻ ലഭിച്ചതാണ് മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിന് ഗുണം ചെയ്തത്. M5 ന്യൂസ് തിരുവനന്തപുരം. പ്ലാസ്റ്റിക് മാലിന്യം തിന്ന മൃഗങ്ങൾ ചത്തതിനെ തുടർന്ന് ശബരിമലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മാലിന്യം തള്ളുന്നതിനും കത്തിക്കുന്നതിനും ഉത്തരവാദികളായവരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നും നിർദ്ദേശം. ശബരിമലയ്ക്ക് സമീപം മാലിന്യം തള്ളുന്നതിനും കത്തിക്കുന്നതിനും ഉത്തരവാദികളായവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാണ് നിർദ്ദേശം. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ശബരിമല ക്ഷേത്രം. പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യം കഴിച്ച 2 ആനകളും ഗർഭിണിയായ ഒരു മാനും ചത്തിരുന്നു. മാലിന്യം തിന്നാൻ ആനകൾ കൂട്ടത്തോടെ വരുന്നതായി ശബരിമല ഡെപ്യൂട്ടി ഡയറക്ടർ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ. M5 ന്യൂസ് കൊച്ചി. മണ്ണാർമലയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും പുലിയുടെ സാന്നിധ്യം വ്യക്തമായ സാഹചര്യത്തിൽ പ്രദേശത്ത് വനംവകുപ്പ് ശക്തമായ നിരീക്ഷണവും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. മണ്ണാർമലയിലെ ജനങ്ങൾ ഏറെ ആശങ്കയിലാണെന്നും വനംവകുപ്പ് ഇത് മുഖവിലക്കെടുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. പുലിയുടെ സാന്നിധ്യം CCTVയിൽ പതിഞ്ഞ പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റേഞ്ച് ഓഫീസർ ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കടുവയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ മരണവും അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാവരും വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അവിടെ റേഞ്ച് ഓഫീസർ തന്നെയാണ് ആ ഒരു വലിയ ഹണ്ടിന് നേതൃത്വം കൊടുക്കുന്ന ടീമിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഘട്ടമായതുകൊണ്ട്, പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യം വീണ്ടും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ പലതവണയായിട്ട് പുലിയുടെ പാസേജ് നമ്മൾ ക്യാമറയിൽ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ അതീവ ഗൗരവാവസ്ഥ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് റേഞ്ച് ഓഫീസർ ഇന്ന് നേരിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വേഗം നമ്മളിപ്പോൾ മുള്ളിയാകുറിശ്ശിയിലേക്ക് മാറ്റിയിട്ടുള്ള നമ്മുടെ കൂട് ഇവിടെ പുനഃസ്ഥാപിക്കും. അതുപോലെ തന്നെ ബാക്കി നമുക്ക് എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് റേഞ്ച് ഓഫീസർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാജീവ്, വാർഡ് മെമ്പർ ഹൈദർ തൊരപ്പ, നാട്ടുകാർ എന്നിവരും MLAയുടെ കൂടെ ഉണ്ടായിരുന്നു. MLA ഓഫീസിൽ യോഗം ചേർന്ന ശേഷമാണ് MLAയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മണ്ണാർമലയിലെത്തിയത്. പുലിയെ പിടികൂടുന്നതിനായി അടിയന്തരമായി പ്രദേശത്ത് കൂട് സ്ഥാപിക്കാനും കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് നിരീക്ഷണത്തിന് നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ ദിവസം രാത്രി 9:30യോടെയാണ് മണ്ണാർമലയിൽ നിന്ന് പുലി റോഡിലേക്ക് ചാടുന്ന നാട്ടുകാർ സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നാട്ടുകാരനായ ബൈക്ക് യാത്രികൻ പുലിയെ കണ്ടിരുന്നു. പ്രദേശത്ത് സ്ഥാപിച്ച CCTVയിൽ പുലിയുടെ സാന്നിധ്യം നേരത്തെയും കണ്ടെത്തിയിരുന്നു. M5 ന്യൂസ് മലപ്പുറം. കരുവാരക്കുണ്ട് ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന നരഭോജി കടുവയെ വീണ്ടും പ്രദേശവാസികൾ കണ്ടു. കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വനപാലകരെ 2 മണിക്കൂർ തടഞ്ഞു. ഇന്നലെ ഉച്ചയോടെ മദാരിയിൽ അളയിൽ താമസിക്കുന്ന ആദിവാസി വേലായുധനാണ് കടുവയെ കണ്ടത്. കഴിഞ്ഞ ദിവസം സുൽത്താന എസ്റ്റേറ്റിൽ കടുവയെ കണ്ട സ്ഥലത്തിനു സമീപമാണ് ഇന്നലെ കടുവ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. വനപാലകർ സ്ഥലത്തെത്തി പ്രദേശത്ത് പരിശോധന നടത്തി മടങ്ങി വരുമ്പോൾ മേലെപാതറയിൽ വെച്ചാണ് നാട്ടുകാർ വനപാലകരെ തടഞ്ഞത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനപാലകർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. ആളുകൾ കടുവയെ കണ്ടെന്ന് പറയുമ്പോൾ മാത്രം തിരച്ചിൽ നടത്തുക മാത്രമാണ് വനപാലകർ ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ മണ്ണാർമല നിവാസികള് ഇപ്പൊ കുറച്ചു കാലമായിട്ട് വളരെയധികം ഭീഷണിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടെ നിരന്തരമായിട്ട് പുലിയെ കണ്ട് ആളുകൾ വളരെ ഭീഷണിയിലാണ്. അതുപോലെ യാത്രക്കാര് ഈ
കാര്യവട്ടം മാനന്തമംഗലം റോഡ് എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ റോഡാണ്. ഈ റോഡിലാണ് ഇപ്പൊ സ്ഥിരമായിട്ട് പുലിയെ കാണുന്നത്. അപ്പൊ അതിന് അടിയന്തരമായിട്ട് വനം വകുപ്പ് നടപടികൾ സ്വീകരിച്ച് പുലിയെ പിടിക്കാനുള്ള അത് ഏത് മാർഗമാണെന്ന് ഏറ്റവും നല്ല മാർഗം ഉപയോഗിച്ചുകൊണ്ട് ആ പുലിയെ പിടിക്കാനും ഞങ്ങളുടെ ഭീതി അകറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് മണ്ണാർമല പൗരസമിതി എന്നുള്ള നിലക്ക് ഞങ്ങൾ നാട്ടുകാർക്ക് പറയാനുള്ളത്. അപ്പൊ അത് അധികൃതർ എത്രയും അത് മുഖവിലക്ക് എടുത്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉടൻ ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാര് അതിനനുസരിച്ചുള്ള പ്രതിഷേധ പരിപാടികളും സമരമാർഗങ്ങളും ഞങ്ങൾ തുടരും. ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി വൻ പ്രതിഷേധമാണ് വനപാലകർക്ക് എതിരെ ഉയർന്നത്. ഇതോടെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് എത്തി നാട്ടുകാരെ ശാന്തരാക്കാൻ ശ്രമം നടത്തി. രാത്രി പ്രദേശത്ത് കാവൽ ഏർപ്പെടുത്താമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ മടങ്ങിയത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട സുൽത്താന എസ്റ്റേറ്റിൽ വനപാലകർ കൂട് സ്ഥാപിച്ചു. മാമ്പാട് പുലിയെ പിടിക്കാൻ സ്ഥാപിച്ച കൂടാണ് സുൽത്താന എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ രാവിലെ 6 മണിയോടെ ക്യാമറയിൽ കടുവയെ കണ്ട സ്ഥലത്തിന് സമീപത്ത് കൂടെ അതേ സമയത്ത് നാട്ടുകാർ നടന്നു പോകുന്നതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. M5 ന്യൂസ് മലപ്പുറം. +2 പരീക്ഷയിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ കുട്ടികൾ വിജയിച്ച വിദ്യാലയം എന്ന ബഹുമതി ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്. കൃഷ്ണ രമേശ് എന്ന വിദ്യാർത്ഥി കൊമേഴ്സിൽ 1200-ൽ 1200 മാർക്ക് നേടിയതിന്റെ വിജയത്തിളക്കം കൂടിയുണ്ട് സ്കൂളിന്. SSLC പരീക്ഷയിൽ 3 വർഷം തുടർച്ചയായി 100% വിജയം നേടിയ സർക്കാർ സ്കൂൾ എന്ന നേട്ടത്തിന് പിന്നാലെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിലും കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് തിളങ്ങാനായത്. 712 പേർ പരീക്ഷ എഴുതിയതിൽ 613 പേർ വിജയിച്ചു. 86.2% വിജയം. കൃഷ്ണ രമേശ് എന്ന വിദ്യാർത്ഥി കൊമേഴ്സിൽ 1200-ൽ 1200 മാർക്കും നേടിയതിന്റെ വിജയത്തിളക്കം കൂടിയുണ്ട് സ്കൂളിന്. ജില്ലയിൽ 3 വിദ്യാർത്ഥികളാണ് മുഴുവൻ മാർക്കും നേടിയത്. 73 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. അവധിക്കാല പരിശീലനം, ചിട്ടയായ പഠനക്രമം തുടങ്ങിയ ഘടകങ്ങളാണ് വിജയശതമാനത്തിൽ മുന്നിലെത്തിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് 75 ഫുൾ A+ ആണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 41 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ ഒരു പ്രിയ വിദ്യാർത്ഥി ഈ വർഷം നമുക്ക് ഫുൾ മാർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന സന്തോഷം കൂടി അറിയിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി വിജയികളെ അഭിനന്ദിച്ചു. M5 ന്യൂസ് മലപ്പുറം. റാപ്പർ വേടനെതിരെ NIക്ക് പരാതി. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതിയുമായി NIയെ സമീപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് കൗൺസിലർ NIക്ക് പരാതി നൽകിയിട്ടുള്ളത്. ശബരിമല നിലയ്ക്കലിൽ പുതിയ ആശുപത്രി സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനം ജൂലൈയിൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രദേശത്തെ ഗോത്ര വിഭാഗക്കാർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാവും ആശുപത്രി നിർമ്മിക്കുക. ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനം ജൂലൈയിൽ ആരംഭിക്കുമെന്ന് വീണ ജോർജ് അറിയിച്ചു. അതേസമയം പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നവംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യത്തക്ക രീതിയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. M5 ന്യൂസ് പത്തനംതിട്ട. മത്സ്യബന്ധനത്തിനിടെ ഫൈബർ വള്ളങ്ങൾ കൂട്ടിയിടിച്ച് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വള്ളിക്കുന്ന് അരിയല്ലൂർ NC ഗാർഡന് സമീപം താമസിക്കുന്ന നവാസ് ആണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. മത്സ്യബന്ധനത്തിനിടെ പരപ്പനങ്ങാടി കടലിലാണ് ഫൈബർ വള്ളങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. പരപ്പനങ്ങാടി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഇത്തിഹാദ് ഫൈബർ വള്ളവും ആനങ്ങാടി സ്വദേശികളുടെ റൂബിയൻ വള്ളവുമാണ് കൂട്ടിയിടിച്ചത്. വലയിടുന്നതിനിടെ പ്രതികൂല കാലാവസ്ഥയിൽ നിയന്ത്രണം വിട്ട വള്ളങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. നവാസ് വള്ളത്തിൽ തലയിടിച്ച് വീണു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു നവാസ്. M5 ന്യൂസ് മലപ്പുറം. ആലപ്പുഴയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ. നഗരത്തിലെ പ്രധാന തോടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കൽ ബാക്കി. ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ കാലവർഷമെത്തുന്നതോടെ താഴ്ന്ന സ്ഥലങ്ങൾ വെള്ളക്കെട്ടിൽ ആകുമെന്ന ആശങ്ക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വൈകാരിക പ്രസംഗത്തിന് മറുപടിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് ക്യാമറകൾ ഓണായിരിക്കുമ്പോൾ മാത്രം നരേന്ദ്രമോദിക്ക് രക്തം തിളയ്ക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തിയെന്നും അദ്ദേഹം പൊള്ളയായ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇനി എന്റർടൈൻമെന്റ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജീവിതം സിനിമയാകുന്നു. കലാം ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് ചിത്രത്തിന്റെ പേര്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചായിരുന്നു സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. ദേശീയ പുരസ്കാര ജേതാവായ ധനുഷാണ് കലാമിന്റെ വേഷത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. ആദിപുരുഷ്, തൻഹി ഹാജി, ലോകമാന്യ, ഏക യുഗപുരുഷ് എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ ഓം റാവുത്താണ് സംവിധായകൻ. ഇനി കാലാവസ്ഥ.
കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. മധ്യവടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളപ്പോഴാണ് ഓറഞ്ച് അലർട്ട് നൽകുന്നത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. ബാക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടുമുണ്ട്. 25-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26-ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NH-66 നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാതയിൽ തകർന്ന സ്ഥലങ്ങളിലെല്ലാം പോയി റീൽസ് ഇടാൻ മന്ത്രി റിയാസിനെ വെല്ലുവിളിച്ച VD സതീശൻ. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞ മുഴിക്കുളം പാലത്തിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. യാത്രക്കാർക്ക് ആശ്വാസമായി വന്ദേ ഭാരതിന്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടി. മംഗളൂരു, തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിന്റെ 8 കോച്ചുകളാണ് 16ആയി ഉയർത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യം തിന്ന മൃഗങ്ങൾ ചത്തതിനെ തുടർന്ന് ശബരിമലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന നിർദ്ദേശം. ഇതോടുകൂടി ന്യൂസ് റൗണ്ട് അപ്പ് സമാപിക്കുന്നു. നമസ്കാരം.